അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചു പോവാണ്. സങ്കടത്തിൽ അവളുടെ പഴയ ഫോട്ടോസൊക്കെ നോക്കിയിരിക്കുന്ന അവൾ പെട്ടെന്നാണ് ഫ്രണ്ട് അവൾക്ക് കൊടുത്ത ഒരു പെർഫ്യൂമിനെ പറ്റി ഓർക്കുന്നത്. അവൾ ആ പെർഫ്യൂം എടുത്തടിച്ചതും പെട്ടെന്ന് അവളുടെ ഫ്രണ്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അവൾക്കല്ലാതെ മറ്റാർക്കും ഫ്രണ്ടിനെ കാണാൻ കഴിയില്ലായിരുന്നു. ഈ സമയം അവളുടെ മാനേജർ അവിടെ വന്ന് അവളെ കുറെ വഴക്കു പറയുകയും അവൾക്ക് കുറെ ജോലി കൊടുക്കുകയും ഒക്കെയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന അവളുടെ ഫ്രണ്ട് മാനേജറെ തട്ടി വീഴ്ത്തുകയും അയാളെ പേടിപ്പിക്കുകയുമാണ്. അയാൾ കൊടുത്ത വർക്കൊക്കെ പെട്ടെന്നാണ് അവൾക്ക് ഫ്രണ്ട് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ അവൾ ഇടയ്ക്ക് ആ ഫ്രണ്ടിനെ കാണേണ്ട സമയത്ത് ആ പെർഫ്യൂം എടുത്ത് അടിക്കുകയാണ്. ആ സമയം ഫ്രണ്ട് അവളുടെ ഒപ്പം വരികയാണ്. അങ്ങനെ അവർ എൻജോയ് ചെയ്യുകയും ഷോപ്പിങ്ങിനൊക്കെ പോവുകയും ഒക്കെയാണ്. ആ പെർഫ്യൂം യൂസ് ചെയ്യുന്ന സമയത്തെല്ലാം അവളുടെ ഫ്രണ്ട് അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ അപകടത്തിൽ നിന്നും അവളെ രക്ഷിക്കാനും അവൾ കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ അവൾ മരിച്ചെന്ന തോന്നൽ പോലും ഇല്ലാതായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ പെർഫ്യൂം ബോട്ടിൽ കാലിയായി പോവുകയാണ്. ഇനി കൂട്ടുകാരിയെ കാണാൻ കഴിയില്ല. പെർഫ്യൂം തീർന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ അവൾ മറന്നിരുന്നു. അങ്ങനെ ഇനി എങ്ങനെ അവളെ കാണുമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ഒരു ലേഡി ഒരു പെർഫ്യൂം ബോട്ടിൽ കൊണ്ട് റോഡ് സൈഡിൽ നിൽക്കുന്നത് കാണുന്നത്. ആ ലേഡി മരിച്ചുപോയ അവളുടെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നത് ഇവൾ നോക്കി നിൽക്കുകയാണ്. ഇവൾ ഓടിച്ചെന്ന് പെർഫ്യൂം ബോട്ടിൽ തീർന്നാൽ എന്ത് ചെയ്യണമെന്ന് അവളോട് ചോദിക്കുകയാണ്. അവളിത് ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിധി പോലെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് എന്ന് പറയാണ്. ഇത് കേട്ട് അവൾക്ക് ആകെ വിഷമാവാണ്.